ഹായ് ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മളെ ചൂടുകാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന മറ്റൊന്നുമല്ല ഐസ്ക്രീമാണ്. അത് നമുക്ക് വീട്ടിലെങ്ങനെ വളരെ സിമ്പിളായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മതിയാകും. അതിൽ ഓപ്ഷനായിട്ട് വരുന്ന വാനില എസൻസ്. എല്ലാവരെയും വീട്ടിലില്ലാത്തൊരു സാധനം എന്ന് പറയാൻ വാനില എസൻസ് ആയിരിക്കും. അത് മാത്രം മതി. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പാക്കറ്റ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മിൽമയുടെ പാലാണ്. റിച്ച് ആയിട്ടുള്ള പാലുണ്ടെങ്കിൽ അതെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം 1/2 ലിറ്റർ പാല്, അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ളത് ഓരോരുത്തർക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഐസ്ക്രീം ആകുമ്പം അതിന് ഒരു നോർമലായിട്ട് അതിനൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അതെന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുരം അല്ലാണ്ട് കുറഞ്ഞു പോകും. അപ്പോൾ ഈ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിന് കറക്റ്റായിരിക്കും. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കൂട്ടിയിടാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. വെറും 2 ടീസ്പൂൺ മൈദ എടുത്താൽ മതി. അപ്പം ഞാനിവിടെ 2 മുട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. നമ്മളിത് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം ഞാനിതവിടെ മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിതാ മിക്സിയുടെ ജാറിൽ 2 മുട്ടയും അതുപോലെ നമ്മൾ എടുത്ത് വെച്ച 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതാ മൊത്തം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ സ്റ്റൗവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് തിളപ്പിക്കുമ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അപ്പോൾ കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ നേരത്തെ നമ്മൾ പഞ്ചസാരയും മുട്ടയും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച മൈദപ്പൊടിയും കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മുട്ടയുടെ ആ യെല്ലോ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വൈറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ, അതുപോലെ കുറച്ചൊന്ന് പതയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബീറ്റ് ചെയ്യുന്നത് നിർത്താം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ പാല് തിളയ്ക്കാൻ വെക്കാം. പാല് തിളയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാടം മുതൽ കെട്ടി വരാൻ പാടില്ല. കാരണം അപ്പം നമ്മൾ ഐസ്ക്രീമിൽ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ മാറാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഈ പാട കെട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കുന്നത്. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുന്നതാവും നന്നാവുക. കാരണം എങ്കിൽ പെട്ടെന്നാകുമ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാല് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പാലിൽ
നന്നായിട്ട് പതയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. പാല് അത്യാവശ്യം തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്നത് കുറുകി കട്ട വെട്ടിപ്പോവും. അപ്പോൾ അതുകൂടെ പാല് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സിമ്മിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച നമ്മളെ ഈ മിക്സ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതായിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇത് നന്നായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. തീൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇല്ലെങ്കിൽ ഇതൊന്നായിട്ട് കട്ട പിടിച്ചു പോവും. നമ്മൾ ഒഴിക്കുമ്പം തന്നെ അവിടെ ഇവിടെയൊക്കെ ലംസ് വന്നു പോവും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയെ മാറിപ്പോവും. കാരണം ഇനി നമ്മളിത് ബീറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഈ ഒരു സ്മൂത്ത്നെസ് തന്നെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാട കെട്ടിപ്പോവും. പാടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മുകളിലൊരു ലെയർ മാതിരി നമ്മൾ പാലൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കിയില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ കുറച്ച് നമുക്ക് കാണാൻ കഴിയും ഒരു ലെയർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുമാതിരി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിയെ മാറിപ്പോകും. കണ്ടോ നിങ്ങളിപ്പോൾ കറക്റ്റ് സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വെച്ച് നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് തിക്കായിട്ട് ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്, അതാണ് നമുക്ക് വേണ്ടത്. അതിൽ ഓവർ ആവണ്ട, അതുപോലെ അതിൽ കുറഞ്ഞു പോകും വേണ്ട. അപ്പം നമ്മളെ നമ്മളെ മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വാനില എസൻസ്. അപ്പോൾ വാനില എസൻസ് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ നിറച്ചും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 ടേബിൾ സ്പൂണോളം വാനില എസൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസ് ചേർക്കുന്നതോടുകൂടി നമ്മൾ ആ കുട്ടയുടെ ഒക്കെ ആ സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. വാനില എസൻസ് എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു വാനില ഐസ്ക്രീമിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ മിക്സ് മൊത്തം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ നമ്മളെ മിക്സ് ഒട്ടും തന്നെ കട്ടയൊന്നും തീരെ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇളക്കി കൊടുക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തീ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തീയും കൂടി നന്നായിട്ട് നോക്കണം. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണിത്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആകെ പുറത്തുനിന്ന് എല്ലാവർക്കും തന്നെ വാങ്ങിക്കേണ്ടതായിട്ട് വരിക വാനില എസൻസ് മാത്രമാണ്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിതാ മൊത്തം ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് മൂടിക്കഴിഞ്ഞിട്ട്, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ട്, അതാണ് ഏറ്റവും നല്ല കേട്ടോ. ഇനി അലുമിനിയം ഫോയിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അടച്ചാലും മതി. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറോളം ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരും. ഓരോരുത്തരുടെ ഫ്രീസറിൻ്റെ ഡിഗ്രി അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ഒരു 8 മണിക്കൂർ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാവുന്നതാണ്. അപ്പം ഞാനിത് ഇപ്പോൾ ഇവിടെ ചെയ്തത് രാവിലെയാണ്. അപ്പോൾ നമുക്കിത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്ക്
ഇത് ഏകദേശം നന്നായിട്ട് സെറ്റായി വരും. ഇനിയില്ല നിങ്ങൾക്ക് നൈറ്റിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്ക് ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് സെറ്റാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഐസ്ക്രീമിൻ്റെ ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഐസ്ക്രീമിൻ്റെ ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ നമ്മൾ ഐസ്ക്രീമിൻ്റെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫ്രീസ് ചെയ്യേണ്ട സമയം മാത്രമേ ഇതിൽ കുറച്ച് ആവശ്യമായിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനി ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.